അണിറോസും ബോച്ചയുമായി യുദ്ധം ആരംഭിച്ചുകൊണ്ട് 2025 ആരംഭിച്ചത് തന്നെ. യുദ്ധത്തിന്റെ അവസാനം ബോച്ച ജയിലിലായി. ബോച്ചയ്ക്ക് സപ്പോർട്ടുമായി രാഹുൽ ഈശ്വരൻ വന്നു. ഈശ്വരൻ ജയിലിലാകുമെന്ന ഘട്ടം വന്നാണ്. മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ജയിലിൽ നിന്നിറങ്ങിയ ബോച്ച ഹണിറോസിനെ കളഞ്ഞ് ഉദ്ഘാടനത്തിനായി അന്നാരാധനെ പിടിച്ചിരിക്കുകയാണ്. അതിനി എന്താണ് നടക്കുന്നതെന്ന് കാണാം. അതിനിടയ്ക്ക് നമ്മുടെ ടീച്ചറമ്മ കോടികൾ കോവിഡ് കിറ്റ് കൂടി അടിച്ചുമാറ്റിയെന്ന് CAG റിപ്പോർട്ട് വന്നു. വേറെ ഒരു സംഭവം ഉണ്ടായി. ഒരു കൗൺസിലർ കാലുമാറുമെന്ന് വിചാരിച്ച് അവരെ റോഡിലിട്ട് സാരി വലിച്ചിരിക്കാൻ നോക്കിയെന്നേ. നിയമസഭയിലാണെങ്കിൽ പേപ്പർ വലിച്ചെറിയലും ചന്ത വർത്താനും കൊലയും കൊള്ളയും സ്ഥിരം വാർത്തകൾ. അല്ല, ഈ പെണ്ണുങ്ങൾക്ക് എത്ര കൊണ്ടാലും മനസ്സിലാവില്ലല്ലോ. എവിടെ കിടക്കുന്നവന്മാരുമായി ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒന്നും പറയണ്ട. പിന്നെ അവിടെ കൊള്ളയും കൊലയല്ലേ നടക്കൂ. പിന്നെ സംഭവിച്ചത് നെയ്യാറ്റിൻകര മണിയാശൻ, അയ്യോ അല്ല ഗോപൻ സ്വാമി, സമാധിയാകാൻ പോണെന്ന് സ്വയം പ്രഖ്യാപിച്ച് അങ്ങോട്ട് സമാധിയായി. സമാധിയല്ല രസം, ആ സമാധി കഥ ഭാര്യയും മക്കളും വിവരിക്കുന്നതാണ്. കാശുണ്ടാക്കാൻ ഓരോ മാർഗങ്ങളെയും. അവസാനം കില്ലർ ടൈഗർ രംഗത്ത് വന്നു. പാവ രാധമ്മയെ കൊന്നു തിന്നു. നമ്മുടെ ശശീന്ദ്രൻജി ആ സമയത്ത് വീണ വായിക്കാൻ പോയിന്നേ. ശശീന്ദ്രൻജി വീണ വായിച്ചതിൽ ജാഗ്രത കുറവുണ്ടായി. ഇനി വീണ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാമെന്നൊരു വാഗ്ദാനവും. കൊള്ളാം അല്ലേ? ഇനി എന്തൊക്കെ നടക്കുമെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ പലതും നടക്കും. ഞാൻ എന്തായാലും ചിക്കൻ ബ്രോക്കലി വിത്ത് ക്യാരറ്റ് ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടുതൽ ലൈക്കും കൂടി ചെയ്താൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ.